നമസ്കാര സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മഴ പെയ്താൽ നമ്മൾ ആ കുക്കിംഗ് അകത്തോട്ട് മാറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് കുക്ക് ചെയ്യും. വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതിനല്ലേ ടേസ്റ്റ്. ഇന്ന് ഞാനേ എല്ലുകറി വെക്കാൻ പോവാ. കണ്ടോ, എല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി വെള്ളമൊക്കെ തോരാനായിട്ട് കണ്ണോപ്പ പാത്രത്തിൽ വെച്ചിരിക്കുവാണേ. അപ്പം അതിന് വേണ്ടിയ സാധനങ്ങൾ: സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു, 3 തക്കാളിപ്പഴം, തേങ്ങ ഒത്തി വെച്ചിരിക്കുക, അത് വറുത്തിടാൻ വേണ്ടിയാണ്, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അല്പം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ഒരു ചെറിയ കഷ്ണം കായവും അല്പം ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിന്നെ വിറകടുപ്പിലാ എല്ലുകറി ഉണ്ടാക്കുന്നത്. വിറകൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാവേ. ഇത് നമ്മൾ വഴറ്റുന്ന ഒന്നുമില്ല. നമ്മുടെ ഫ്രഷ് കറിവേപ്പില, നമ്മുടെ തന്നെ ഫ്രഷ് മല്ലിയില, അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നമ്മളിനി ഇത് അടുപ്പിൽ വെക്കാൻ പോവാണേ. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇതേ അടുപ്പിലായതുകൊണ്ട് ഇത്തിരി ഏറെ വെള്ളം വേണം കേട്ടോ. ഇത് നല്ല വേവുള്ള എല്ല, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് കിടന്ന് വേവണം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പൊ നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കണം. നമ്മുടെ എല്ലൊക്കെ നല്ല തിളച്ചിങ്ങനെ മറിഞ്ഞോണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. നമുക്കേ എല്ലുകറിക്ക് ചേർക്കാനായിട്ട് തേങ്ങാക്കൊത്ത് വറുത്തിടണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവേ. എന്നിട്ട് ഈ തേങ്ങാക്കൊത്ത് വറുത്ത് കോരുന്ന എണ്ണയ്ക്കകത്ത് വേണം നമുക്ക് മസാല മൂപ്പിച്ച് അതിനകത്തിൽ ചേർക്കാനേ. കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. തേങ്ങയൊക്കെ വറുത്തത് മുത്ത് വന്നേ. ഇനി ഇത് കോരിയെടുക്കാം. ഞാനിപ്പോൾ തേങ്ങ വറുത്ത കോരി എണ്ണ കടുക് വറക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തിൽ മസാല മൂപ്പിക്കുന്നതിനകത്തിൽ നമ്മൾ എണ്ണ ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ മുളക് പൊടി ആദ്യം ഇട്ട് എന്നാന്ന് ചോദിച്ചാൽ മുളക് പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയാണേ. മല്ലി വറുത്ത് പൊടിച്ചതാണ്. ഇത് എരിയുള്ള മുളകും കാശ്മീരി മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അപ്പോഴേ ഞാനിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. കാരണം മല്ലിപ്പൊടി വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. നല്ല കാറ്റാണ് പുറത്ത്, അതുകൊണ്ട് മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേനും അങ്ങ് പറന്നു പോകും. എരി കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം. ചീനിച്ചട്ടി ചൂടായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. കുറയ്ക്കേണ്ടിയവർക്ക് എരി കുറയ്ക്കാം. ഇപ്പൊ ഈ ഗരം മസാലയും കൂടെ എടുത്തേക്കുന്നില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അല്ല, നമ്മുടെ പൊടിയെല്ലാം കൂടെ മൂപ്പിച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തേ. നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എല്ലാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ലാസ്റ്റിൽ ഈ അരപ്പ് ചേർക്കുന്നത് എന്തിനാണെന്നറിയാവോ? അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ സമയം ഇട്ട് വേവിക്കുമ്പോഴത്തേനില്ലേ, ഈ അരപ്പെല്ലാം കൂടെ ഈ പാത്രത്തിൻ്റെ, ഏത് പാത്രത്തിലാണോ വേവിക്കുന്നത് ആ പാത്രത്തിൻ്റെ ചുവട്ടിൽ അങ്ങ് കരിഞ്ഞു പിടിക്കും. അല്പം കുരുമുളക് പൊടി എടുത്ത് വെച്ചിരുന്നു, അത് ഇട്ടു. ഒരു ചെറിയ കഷ്ണം കായം ഇട്ടു. ഒരു നുള്ള് ഉലുവാപ്പൊടി. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ തന്നെ ആ കറിയുടെ ആ കളറും മണവും ഒക്കെ ഒന്ന് മാറി നല്ലൊരു മണമാണ്. ഇനി നമ്മൾ വറുത്ത് കോരിയ തേങ്ങാക്കൊത്തില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കണം. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇത്തിരിയും കൂടെ ചൂടുവെള്ളമേ ഇനി ചേർക്കുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇത് തിളയ്ക്കുമ്പോഴത്തേക്കിനും നമുക്ക് കടുക് താളിക്കുകയും കൂടെ ചെയ്യാം. ഇതിപ്പം കണ്ടോ, ഇതുവരെ നമ്മൾ ഇതിനകത്ത് ഓയിൽ എന്ന് പറയുന്ന സാധനം ചേർത്തിട്ടില്ല, ഈ എല്ലിൻ്റെ അല്ലാതെ. ഉണ്ടോ, ഇനി കടുക് താളിക്കുന്ന എണ്ണ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനകത്തിൽ ചേർത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ഓയിൽ എത്രയും കുറയ്ക്കാവോ അത്രയും കുറയ്ക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു കുറവും ഇല്ല കേട്ടോ. കണ്ടോ, നമ്മൾ ആ തേങ്ങ വറുത്ത് കോരി എണ്ണയാണ്, അതിലേക്കാണ് നമ്മൾ കടുക് താളിക്കുന്നത്. കടുക് പൊട്ടി നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ എല്ലുകറി റെഡിയായി. കണ്ടോ, ഇത്ര എണ്ണയും നമ്മൾ ഇതിനകത്തിൽ ചേർത്തിട്ടുള്ളൂ ഇത്ര എല്ലുകറി വെക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ എല്ലുകറി റെഡിയായി. നമ്മളിത് വാങ്ങുവാണേ. ഉള്ളിവടയ്ക്കുള്ള മിക്സ് തയ്യാറാക്കുക. ഞാനൊരു 250 ഗ്രാം മെഷറിംഗ് കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ടി ഇഡലിക്ക് അരച്ച മാവ് കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തവിക്ക് 1 തവി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി,
ചുമന്നുള്ളി, ഉള്ളിവട എന്നല്ലേ പേര്. അപ്പം ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില, ഒരു 4-5 കാന്താരി, ഉപ്പ്, നീരാ എടുത്തേക്കുന്നത്, വെള്ളം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഉള്ളിവടയ്ക്കുള്ള ചുമന്നുള്ളി, കറിവേപ്പില, കാന്താരി, ഇഞ്ചി. ഇനിയിപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മാവൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയാണ് നമ്മൾ ഇഡ്ഡലിയുടെ മാവും കൂടെ ചേർത്തേക്കുന്നത്. അല്ലാതെ നമ്മൾ സോഡാപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പണ്ടത്തെ ഉള്ളിവടയാണ് എനിക്കിഷ്ടം. ഇപ്പം ഫുള്ള് സവാളയൊക്കെ അരിഞ്ഞിട്ട് അതല്ലേ. അല്ല, നമ്മളിതിന് ആ ബൗളിന് ഒരു ബൗൾ വെള്ളമായിരുന്നു എടുത്തത്. കണ്ടോ, നമ്മുടെ ഉള്ളിവടയുടെ മാവ് നമ്മൾ കുഴച്ച് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞ ഒരു 2 മണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ. നമുക്ക് അടച്ചു വെക്കാവേ. ഉള്ളിവടയ്ക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവില്ലേ, കണ്ടോ. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. കണ്ടോ, മഴ വരുന്നു. മഴയ്ക്ക് മുന്നേ ഇതൊക്കെ ഉണ്ടാക്കി അകത്ത് കയറണം. അതുകൊണ്ടാണ് നമുക്കിനി ഓരോന്നോരോന്ന് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. കൈയൊന്ന് വെള്ളത്തിൽ മുക്കാം. കണ്ടോ, ഞാൻ എടുത്തു. അങ്ങനെ ഉണ്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവേ. ഉള്ളിവട കോരിയെടുക്കാവേ. ഇതാ നമ്മുടെ ഉള്ളിവട അങ്ങനെ എല്ലാം ചുട്ടെടുത്തേ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്നാണെന്നറിയോ? ഉള്ളിവടയും ബീഫ് കറിയും. അപ്പോൾ ബീഫിന് എല്ലാം നമ്മൾ എല്ല് കറി വെച്ചിട്ട് എല്ലുകറിയും കൂട്ടി ഉള്ളിവട കഴിക്കാൻ പോവാം. നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ഇത്തിരി ഗ്രേവിക്കകത്തിലോട്ട് മുക്കി ചൂടായത്, എന്നാലും ഞാൻ കഴിക്കുക. ഓ, സൂപ്പറാ. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉള്ളിവടയും ബീഫ് കറിയും. ഇത് പോത്തിൻ്റെ, നല്ല നാടൻ പോത്തിൻ്റെ എല്ലാം ഇത്. അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, കഴിക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വീണ്ടും വരാവേ. ബായ്.